നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതലാണ് ഇസ്ലാമിൻ്റെ ആധ്യാത്മികമായ പഠനം തുടങ്ങുന്നത്. ദാറുൽ അർക്കം എന്ന വീട്ടിൽ രഹസ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് അവിടുന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവിടുന്ന് തുടങ്ങുന്ന പഠനം പിന്നീട് മക്കയിലെ പ്രതികൂല സാഹചര്യങ്ങളാൽ മദീനയിലേക്ക് പോവേണ്ടി വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മസ്ജിദ് നബവിയിൽ ഒരു അഹ്ലു സുഫ എന്ന് പറയുന്ന ഒരു സംഘത്തെ രൂപീകരിക്കുകയും നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുന്ന അവർ ഇസ്ലാമിന് വേണ്ടി പിന്നീട് ലോകത്തിൻ്റെ നാനാദിക്കുകളിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് സ്വഹാബത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്ന താബികൾ വീണ്ടും ഇസ്ലാമിക പ്രബോധനവുമായി ലോകത്തിൻ്റെ നാനാ തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇസ്ലാം നമ്മുടെ കേരളത്തിലേക്കും അല്ലെങ്കിൽ മലബാറിലേക്കും കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ അറബികളുമായി കച്ചവട ബന്ധം നിലനിന്നതിനാലാണ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലബാറിലേക്ക് ഇസ്ലാം കടന്നു വരുന്നത്. ഇങ്ങനെ കടന്നു വന്ന ഇസ്ലാമിൻ്റെ സ്വാധീനത്താൽ ഇവിടെ മഖ്ദൂം തങ്ങൾ ഫിഖ്ഹി സ്വാധീനത്താൽ തന്നെ ഇവിടെ ഒരു ഗ്രന്ഥം ആവശ്യമാണ് കേരളത്തിൻ്റെ ജനതയ്ക്ക് എന്ന് മനസ്സിലാക്കിയാണ് ഫത്ഹുൽ മുഈൻ രചിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ രചിക്കുന്ന ഈ ഗ്രന്ഥം ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെന്നല്ല ലോകത്തെല്ലായിടത്തും വായിക്കപ്പെടുന്ന ഏറെ പ്രശസ്തമായ എന്നാൽ ഏറ്റവും ഹ്രസ്വമായ രൂപത്തിൽ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ക്രിസ്താബ്ദം 1575 ഹിജ്റ 983 ഈ ഗ്രന്ഥം രചന നടത്തുന്നത്. ആ ഗ്രന്ഥത്തിൻ്റെ വിശാലമായ അർത്ഥങ്ങളിലേക്കുള്ള ഉസ്താദിൻ്റെ ക്ലാസ്സുകളുടെ മനോഹരമായ ശൈലിയിലുള്ള അവതരണമാണ് നമുക്ക് ഈ ഫത്ഹുൽ മുഈൻ ദർസിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നത്.